എന്താണ് എ ഐ? എന്താണ് ചാറ്റ് ജി പി ടി? ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഇതേക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ എന്താണ് നമ്മുടെ എ ഐ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി? എന്താണ് എ ഐ? എന്താണ് ചാറ്റ് ജി പി ടി? നമ്മളുടെ ഡെയിലി ലൈഫിനകത്ത് ഈ സാധനങ്ങൾ എങ്ങനെയൊക്കെ ഉപകാരപ്പെടുത്താം എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചാറ്റ് ജി പി ടി എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എ ഐ എന്താണെന്നുള്ളതാണ്. എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലാണ് അതിൽ നടക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ്, നെറ്റ്ഫ്ലിക്സ്, അല്ലെങ്കിൽ റോബോട്ടിക്സ്. എന്തെങ്കിലും ഒരു വിഷയം നടക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഒരു റോബോട്ടിനെ ഡിസൈൻ ചെയ്യുന്നു. ആ റോബോട്ട് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ കറക്റ്റായിട്ട് അതിനെ വർക്കൗട്ട് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, ഒരുപാട് വിഷയങ്ങൾ ഈ മേഖലയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതും എ ഐന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എ ഐനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പോലെ തന്നെ ചിന്തിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനെ പോലെ വിവേകം എന്ന് പറയുമ്പോൾ മനുഷ്യനെ പോലെ ഒരു വികാരങ്ങളൊന്നും ഇല്ലാതെ, ഇപ്പോ സ്നേഹം, പ്രണയം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധനം, അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ. എന്ന് വെച്ചാൽ വ്യക്തി എന്ന് പറയുമ്പോൾ മനുഷ്യനിലേക്ക് വന്നു. അപ്പോ ഒരു യന്ത്രമാണ് ശരിക്കും എ ഐ എന്ന് പറയുന്നത്. എന്തൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാലും അതിന് കറക്റ്റായിട്ടുള്ള മറുപടികളും കാര്യങ്ങളും തിരിച്ച് തരാൻ പറ്റും. ഒരു സ്മാർട്ട് സൊല്യൂഷൻ ആയിരിക്കും തരിക. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇങ്ങനെയാണ്. ഡാറ്റാ സയൻസ് നമ്മളിതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഡാറ്റാ സയൻസ് ഇതിൻ്റെ ഒരു ഭാഗം കൂടെയാണ്. ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ബെറ്റർ ആയതും അക്യൂറേറ്റഡ് ആയതുമായിട്ടുള്ള റിസൾട്ടുകൾ തരുന്ന ഒരു സംവിധാനം. അപ്പോൾ ഇതിലിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ചോദിക്കുകയാണ് വിൻഡോ ഐ ടി പാർക്ക് എവിടെയാണ്, ഇൻ ബാംഗ്ലൂർ. അപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് റിട്ടേൺ റെസ്പോൺസ് ചെയ്യാണ് വിൻഡോ ഐ ടി പാർക്ക് എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ പാലക്കാട്ടിൽ. റിസൾട്ട് ബാംഗ്ലൂരിലാണ് നമ്മൾ ചോദിച്ചത്. ബാംഗ്ലൂരിൽ ഗൂഗിൾ മാപ്പിനകത്തുള്ള ഡാറ്റ അനലൈസ് ചെയ്ത് അതിന് റിസൾട്ട് ആക്കി അതിന് അക്യുറേറ്റഡ് ആക്കിയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കൊണ്ട് തരും. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസിനൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടെ നിന്നിട്ടാണ് ഈ റിസൾട്ട് തരുന്നത്. ദെൻ സെക്കൻഡ് റിസൾട്ട് ആയിരിക്കും കേരളത്തിലുള്ള വിൻഡോ ഐ ടി പാർക്ക്. ഇനി അതേ സാധനം ഗൂഗിളിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ്, ഗൂഗിൾ അല്ലെങ്കിൽ MSN, യാഹു, എവിടെ ആയിക്കോട്ടെ, എല്ലാവരും എ ഐയിലേക്ക് ഓൾമോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് കമ്പനി നിയർ മീ, അല്ലെങ്കിൽ ഇൻ പാലക്കാട്, അല്ലെങ്കിൽ ഇൻ ബാംഗ്ലൂർ, ഇലക്ട്രോണിക് സിറ്റി, ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് സോഫ്റ്റ്വെയർ കമ്പനി എന്ന കീവേഡ് ഒരു അൽഗോരിതത്തിൽ വെച്ച് സെർച്ച് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ആക്കി നിയർ മീ, നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എടുത്ത് ആ ലൊക്കേഷൻ എടുത്ത് എവിടെയാണുള്ളത്. ഇനി അതിനെയും സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് കമ്പനി, അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് കമ്പനി. അപ്പോൾ ഇതെല്ലാം തന്നെ എ ഐ ആണ് ഇതിനെ അനലൈസ് ചെയ്യുന്നത്. എന്തും മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും കഴിവുള്ള ഒരു യന്ത്രമാണ് എ ഐ എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിനിപ്പോൾ ഉദാഹരണങ്ങൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിരി, അലക്സ, ചാറ്റ് ബോട്ട് എടുക്കാം, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് എടുക്കാം. ഗൂഗിൾ മാപ്പിൽ നമ്മൾ എന്തെങ്കിലും ലൊക്കേഷൻ ഇട്ടു, ഒരു ഇപ്പോൾ ബാംഗ്ലൂർക്ക് പോവാണ്, കേരളത്തിൽ നിന്ന് പാലക്കാട് നിന്ന് പോവാണ്, സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടുന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്റർ വരും, ഇന്നതാണ് റൂട്ട്, കോയമ്പത്തൂർ, സേലം, തൃശ്ശൂർ, ദെൻ ബാംഗ്ലൂർ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ റെഡ് സിഗ്നൽ കാണിക്കും. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അൽഗോരിതം വെച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്, ഡാറ്റാ സയൻസിന് സപ്പോർട്ടോട് കൂടിയിട്ട്. അപ്പോൾ ഒരു എ ഐ എന്താണെന്നുള്ളതിൻ്റെ ഒരു
രൂപരേഖ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കും. അപ്പോൾ ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോ എയും ചാറ്റ് ജി പി ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശരിക്കും എ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതേപോലെ ചാറ്റ് ജി പി ടി അപ്പോ എ ഉപയോഗിച്ചുകൊണ്ട് ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യാണ്. അതാണ് ആക്ച്വലി ചാറ്റ് ജി പി ടി എന്നുള്ളത്. ശരി. എ ടൂളുകൾ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഓപ്പൺ എഐന്റെ ചാറ്റ് ജി പി ടി എന്നുള്ളത്. അപ്പോൾ എന്താണ് ജി പി ടി എന്നൊരു ചോദ്യം വരും. ജനറേറ്റീവ് പ്രീ ഓറിയന്റഡ് ട്രാൻസ്ഫോമർ എന്നാണ് ചുരുക്കപ്പേരാണ് ഈ ജി പി ടി. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി ഒരു ചാറ്റ് ബോട്ടാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് വാട്സപ്പിൽ ചോദിക്കുകയാണ്, ഇവിടുന്ന് പാലക്കാട്ടേക്ക് എത്ര ദൂരമുണ്ട്, അല്ലെങ്കിൽ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് എത്ര ദൂരമുണ്ട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വാല്യൂ പറഞ്ഞു തരികയായിരിക്കാം. അത് കറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അറിവിൽ ഇത്രയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കാം. അതേസമയം ചാറ്റ് ജി പി ടി അടുത്ത് ചോദിക്കുകയാണ്, ഇന്നൊരു വിഷയത്തിൽ എനിക്കൊരു കാര്യം ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം. അതിന് കറക്റ്റ് അക്യുറേറ്റഡ് ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ, അതായത് എല്ലാ വിഭാഗങ്ങളിലും അറിവുള്ള ഒരു സുഹൃത്ത്, മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, അതേമാതിരി LLB ആയിക്കോട്ടെ, നിയമവശങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, ഫിനാൻസ്, കമ്പനി ഡെവലപ്മെന്റ്സ്, കുട്ടികൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങളായിക്കോട്ടെ, ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, എനിക്കൊരു സ്റ്റോറി റൈറ്റ് ചെയ്യണം, ഒരു സ്റ്റോറി ഉണ്ടാക്കി തരും. വിത്തിൻ സെക്കൻഡ്സിലാണ് ഇതൊക്കെ നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അതിശയം. ഒരാള് ഒരു കഥ എഴുതാനിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോ മാസങ്ങളോ ദിവസങ്ങളോ അങ്ങനെ ടൈമിന് ചിലപ്പോൾ പറഞ്ഞു നിർത്താൻ സാധ്യത വരില്ല. അതേസമയം ചാറ്റ് ബോട്ട് അടുത്ത് പറയുകയാണ്, എനിക്കൊരു സ്റ്റോറി റൈറ്റ് ചെയ്യാൻ ഒരു 200 വേർഡ്സിനകത്ത് വരുന്ന അതൊരു പൂച്ചയുടെ കഥയായിരിക്കണം. ഇങ്ങനെ നമ്മൾ പറയുന്ന വിഷയങ്ങൾ അതിനെ എടുത്തു കൊണ്ടുപോയി അതിനെ അനലൈസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. അതിന് റിസൾട്ട് തരും. 200 വേർഡ്സിനകത്ത് നമുക്ക് ഒരു പൂച്ചയുടെ കഥ വൃത്തിയായിട്ട് വിത്തിൻ സെക്കൻഡ്സിൽ നമുക്കിത് റിസൾട്ട് കിട്ടും. ഇത് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു മാത്സിലെ കാൽക്കുലേഷൻ വന്നു, ഡൗട്ട് ഉണ്ട്, നമുക്ക് നോക്കണം, സിമ്പിളായിട്ട് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ആൻസർ വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ എങ്ങനെ റോഡ് മാപ്പ് വേണം എന്ന വിഷയം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ആണെങ്കിൽ തരുന്ന ഉത്തരങ്ങളും കറക്റ്റ് ആയിരിക്കും. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാൻ, ഇത് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മിഷൻ മാത്രമാണ്. ഒരിക്കലും നമ്മളുടെ മോഡലിലേക്ക് അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന റിസൾട്ട് അത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കാൻ പാടില്ല. അതിനെ എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പുതിയ ആ സാധനങ്ങൾ പൂർണ്ണമായിട്ടും എടുക്കേണ്ടതുണ്ടാവാം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒരു ഇമെയിൽ എഴുതണം, ഒരു ലീവ് ലെറ്റർ ആണ്, അപ്പോൾ ഇന്ന ഡേറ്റിൽ ഇന്ന വ്യക്തി HR കമ്പനിയുടെ HR പോകുന്നത് ഇന്ന ഡേറ്റിൽ ഇന്ന വിഷയം കൊണ്ട് എന്തോ ഒരു വിഷയം കൊണ്ട് ഞാൻ ലീവാണ്, അപ്പോൾ അതിനുള്ള പെർമിഷൻ തരണം എന്നുള്ളത് മുൻകൂട്ടി അറിയിക്കുകയാണ്. ഇത് ഒഫീഷ്യലി എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ചാറ്റ് ബോട്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് തരും. അതും നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം എടുത്ത് ഉപയോഗിക്കാനായിട്ട്. അതേപോലെ ഇപ്പോൾ യൂട്യൂബിൻ്റെ കണ്ടന്റ്
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് ChatGPT തരും. എല്ലാ വിഷയത്തിലും അറിവുള്ള നമ്മളെ നല്ലൊരു സുഹൃത്തിനെ പോലെ നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ChatGPT വരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരിക്കലും ഉറങ്ങാത്ത ഒരു നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് ChatGPT എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഡെമോ അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം അതിനെ കുറിച്ചൊന്ന് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ലെറ്റർ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ChatGPT ചോദിക്കേണ്ടത്. നമുക്കൊരു കഥ എഴുതിപ്പിക്കാം. ChatGPT വെച്ചുകൊണ്ട് ഒരു 200 വേർഡ്സിൽ കഴിയാത്ത ഒരു പൂച്ചയുടെ കഥ നമുക്ക് എഴുതിപ്പിക്കാം. നോക്കാം. ഗൂഗിൾ ക്രോം എടുത്തു ശേഷം ജസ്റ്റ് മേലെ വന്നിട്ട് അഡ്രസ് ബാറിനകത്ത് chat ഡോട്ട് ഓപ്പൺ AI.com ഇതാണ് ChatGPTയുടെ അഡ്രസ് വരുന്നത്. എൻ്റർ കൊടുക്കുന്നു. ശേഷം ChatGPTയുടെ നമുക്ക് ക്വസ്റ്റ്യനുകൾ ചോദിക്കാനുള്ള വിൻഡോ ആണ് ഇപ്പോൾ കാണുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ല. ലോഗിൻ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT നമുക്ക് ലോഗ് ചെയ്യാൻ വേണ്ടി കാണിക്കും. ഇതിൽ ഫ്രീ വേർഷൻസ് ഉണ്ട്. ഫ്രീ വേർഷൻസ് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ID കൊടുത്തു കഴിഞ്ഞാൽ തന്നെ, ഗൂഗിൾ മെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉള്ളിൽ കയറി പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ലോഗിൻ ആയ ശേഷം നമ്മൾ എത്തുന്നത് ഈ ഒരു ചാറ്റ് ബോക്സിലേക്കാണ്. നമുക്ക് ചോദിക്കുകയാണ് മേക്ക് എ സ്റ്റോറി about a cat with 200 words. ഇത് കൊടുത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റോറി ചാറ്റ് ബോട്ട് എഴുതി തരും. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഈ തരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വായിച്ചു നോക്കണം. കാണാൻ പറ്റുന്നുണ്ടാവും ഒരു സ്റ്റോറി നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇനി ഇതേ സ്റ്റോറിനെ ഇപ്പോൾ ഇംഗ്ലീഷിലാണുള്ളത്, നമുക്ക് മലയാളത്തിൽ ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to മലയാളം. ഇത്രയും ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ ഒരു സ്റ്റോറി പൂച്ചയെ കുറിച്ച് എഴുതാണ്. ഒരു ശാന്തമായ ഗ്രാമത്തിലായിരിക്കും കറുപ്പും വെളുപ്പും കലർന്ന ഒരു കൗതുകമുള്ള പൂച്ച ജീവിച്ചിരുന്നു. അവൻ്റെ പേര് മമ്മ എന്നാണ്. ഇങ്ങനെ ആ ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് ചാറ്റ് ബോട്ട് തരുന്നുണ്ട്. ഇതിനെ നമുക്ക് ആവശ്യം പോലെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്തുള്ള പേര് മാറ്റണം എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ പൂച്ചയുടെ പേര് മാറ്റാണ്. നെയിം ചേഞ്ച് ടു പപ്പി എന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തായിട്ട് അതേ സ്റ്റോറിയിൽ നെയിം മാറ്റിയതിന് ശേഷം പപ്പി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ചാറ്റ് ബോട്ടിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് പൂർണ്ണമായിട്ടും കാണിച്ചു തരും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്കൊരു ഒഫീഷ്യലി ആയിട്ടുള്ള ഒരു സാധനത്തിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ജസ്റ്റ് സ്റ്റോറി അല്ലേ, അതിപ്പോൾ എങ്ങനെ എന്ത് വേണമെങ്കിലും ആവാതെ. ഇനി ഇതേ സാധനം നമ്മൾക്ക് ഒരു ലീവ് ലെറ്റർ ആണ് പ്ലാൻ ചെയ്യുന്നത് കൂട്ടാണ്. അത് ഒരു ഒഫീഷ്യലായിട്ട് ഒരു ലീവ് ലെറ്റർ എഴുതുന്നത്.
അതിനകത്ത് എന്ത് കണ്ടന്റ് കൊണ്ടുവരണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് ടീച്ചർക്ക് ഒരു സ്റ്റുഡന്റ് എഴുതുകയാണ്, ഇപ്പോൾ ലീവ് ലെറ്റർ എഴുതണം. സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ കൊണ്ടുവന്നിട്ട് അതിനെ ലീവ് ലെറ്റർ ഫോർമാറ്റിലേക്ക് ആക്കിയതിന് ശേഷം ആ സാധനം വേർഡിലേക്കോ മറ്റുള്ള പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ലീവ് ലെറ്ററുകൾ മാത്രമല്ല, ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർ ലീവ് ലെറ്റർ ആണ് എഴുതുന്നത്, make a leave letter for class teacher and reason fever and date and date 0809 and 25. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ലീവ് ലെറ്റർ ഫോർമാറ്റ് കയ്യിൽ വന്നു. അതിൽ വന്നിട്ട് ടു ദ ക്ലാസ് ടീച്ചർ, നമ്മുടെ സ്കൂളിൻ്റെ പേര് കാര്യങ്ങൾ എല്ലാം മെൻഷൻ ചെയ്തു. ശേഷം റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ മാം, ഐ എം റൈറ്റിംഗ് ഇൻഫോം ടു ദ അൺഎബിൾ ടു attend class on in a date due to fever. I kindly request to grant me leave about mention the date. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് ഇതിനകത്ത് വന്നു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ ഉണ്ടെങ്കിൽ നമുക്കത് ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ താഴെ തന്നെ ചോദിക്കുന്നുണ്ട് മലയാളം വേർഷൻ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എസ് എന്ന് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ലീവ് ലെറ്റർ മലയാളത്തിൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നതാണ്. അപ്പോൾ എസ് എന്ന് കൊടുത്ത് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ആ ലീവ് ലെറ്റർ നേരെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചാറ്റ് ബോട്ട് എന്നത് നമ്മളുടെ ഒരു അസിസ്റ്റന്റ് മാത്രമാണ്, ഒരിക്കലും നമ്മളുടെ മേലുള്ള ഒരു അധികാരിയോ അല്ലെങ്കിൽ അതിന് മേലേക്കുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സാധനമല്ല. അപ്പോൾ തിരിച്ചു തരുന്ന മറുപടികളും നമ്മൾ വിശദമായി പരിശോധിച്ചിട്ട് അതിനകത്ത് കൂട്ടലോ കുറവോ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ തന്നെ അത് ചെയ്യേണ്ടതാണ്. ഇപ്പൊ മലയാളത്തിൽ കാണുന്ന സമയത്ത് ആദരണീയനായ മാം, സാർ എന്നുള്ളതെല്ലാം മാറി വന്നു. അപ്പോൾ ഈ വിഷയം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചാറ്റ് ബോട്ടിനെ നമുക്ക് ഇങ്ങനെ ഈ രീതിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ട് ആ ഡെമോയില് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഇതിനകത്ത് വരുന്ന പരിമിതികളും പിന്നെ അതുപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി ചാറ്റ് GPT എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്. പക്ഷെ ഇത് പൂർണ്ണമായിട്ടും പെർഫെക്റ്റ് അല്ല. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചാറ്റ് GPTക്ക് എന്ത് മനസ്സിലാവുന്നുണ്ടോ ആ റിസൾട്ടുകൾ മാത്രമാണ് നമുക്ക് ചേരുക. ചിലപ്പോഴൊക്കെ കിട്ടുന്ന ഉത്തരങ്ങൾ തെറ്റായിട്ടും വരാം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളെ കൂടെ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ തെറ്റായ വിവരങ്ങളും ഷെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനെടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യണം. പിന്നെ ഒരാളുടെ ഒരു പേഴ്സണൽ വിവരങ്ങൾ ചാറ്റ് GPTക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് അറിയുള്ളൂ. ഇന്ന സാഹചര്യങ്ങൾ ഇന്ന നടക്കുന്നു, അപ്പോൾ ഇന്ന വിഷയങ്ങൾ. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരിക്കലും ഒരു മെഡിക്കൽ ആയിട്ടുള്ളതോ ലീഗൽ ആയിട്ടുള്ളതോ ഫിനാൻസ് അഡ്വൈസ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ചെക്ക് ചെയ്ത് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് പഠിക്കാനുള്ള ടൂളായിട്ട് ഉപയോഗിക്കാം. അതേസമയം ഒരു പ്രോഗ്രാമർ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ താഴെയാണ് നിൽക്കുന്നത്, നമ്മളുടെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ്, ഒരിക്കലും നമ്മളുടെ മുകളിലല്ല. ഈ ഒരു വിഷയം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ സംവിധാനം ഉപയോഗപ്പെടുത്താനായിട്ട്. അപ്പോൾ നമ്മുടെ AI-യുടെയും അതുപോലെ തന്നെ നമ്മുടെ ചാറ്റ് GPT-യുടെ ഭാവി എങ്ങനെയാണ് ഇനിയുള്ളത്? ഭാവിയിൽ AI ടൂളുകൾ കൂടുതൽ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലാണ് നടത്തുക. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഇവരിപ്പോ ഈ ഡാറ്റ കളക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ 100 ഭാഗത്ത് നിന്ന് 100 പേര് ഒരു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഡാറ്റകൾ ഇവർ അനലൈസ് ചെയ്യാൻ തുടങ്ങും. ഇതെല്ലാം ചെയ്യുന്നത് AI ടൂളുകൾ വെച്ചിട്ടാണ്. അതിൽ ഓരോരുത്തരും ചോദിച്ച ചോദ്യങ്ങൾ ഏത് രീതിയിൽപ്പെട്ടാണ്, ഇതേപോലെ എത്ര പേര് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനിയൊരാൾ വരുമ്പോൾ ഇതിൽ ഏത് റിസൾട്ട് കൊടുക്കണം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ വലിയൊരു ഭാഗം റോൾ ചെയ്യാൻ പോകുന്നത് AI തന്നെയായിരിക്കും. പക്ഷെ അതിനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ബിസിനസ്, ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ AI വ്യത്യാസങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ തന്നെ ലീഡ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ഷൻ AI കൊണ്ട് ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. നേരത്തെ ഒരു ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ ഒരു യെല്ലോ ബുക്ക് എടുത്തതിന് ശേഷം അതിലുള്ള ഡാറ്റ വെച്ചുകൊണ്ട് ഇതിനെ കോൾ ചെയ്ത് അവരിന് ബിസിനസ് ഉണ്ടോ ഇല്ലയോ കാര്യങ്ങൾ അറിഞ്ഞ് പിന്നെ ബിസിനസ് ആക്കി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ടൈം ഒരുപാട് മുന്നോട്ട് ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആ ഡാറ്റ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഡാറ്റ എക്സ്ട്രാക്റ്റിംഗ് AI ടൂൾ വെച്ചുകൊണ്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ കോൾ ചെയ്യുന്നു. അപ്പോൾ ഡാറ്റ കളക്ഷന് വേണ്ടി എടുക്കുന്ന മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളോ മാസങ്ങളോ ശരിക്കും ചുരുങ്ങിയിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അവസാനിച്ചു. അപ്പോൾ ദൈനംദിന ജീവിതത്തിനകത്തേക്ക് ഈ സാധനം കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇത് കൂടുതലല്ലാതെ കമ്മിയാവില്ല. പിന്നെ പല AI ടൂളുകളും നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യും. വീഡിയോ എഡിറ്റിംഗ്, അതേപോലെ തന്നെ വീഡിയോ പോസ്റ്റേഴ്സ് ക്രിയേഷൻ, അതേപോലെ കണ്ടന്റ് ക്രിയേഷൻ, ഇങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള AI ടൂൾസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫ്രീ വേർഷൻസും പെയ്ഡ് വേർഷൻസും. ChatGPTയും AI കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകരായ നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കും ChatGPTയോട്? കമന്റുകൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസ് കൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവും. സോ സ്റ്റേ ട്യൂൺ വിത്ത് കോഡിംഗ് വിത്ത് വിൻവേ. താങ്ക് യു.